ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലായിട്ടാണ്. വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പത്തൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് ആളാവാം കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു സ്വീറ്റ് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കുനാഫയുടെ റെസിപ്പി നോക്കിയാലോ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായി ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ കൂടി ഇങ്ങനെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, നല്ലോണം കുറുകണമെന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി കുനാഫ ഉണ്ടാക്കാനായിട്ട് ടോപ്മിയുടെ കുനാഫ സ്പെഷ്യൽ വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് സാധാ സേമിയ പോലെ അല്ല കേട്ടോ, കുറച്ചും കൂടി തിന്നായിട്ടുള്ള സേമിയാണ്. ഇനി കുനാഫയുടെ ഡൗ ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 300 ഗ്രാം അളവാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 250 ഗ്രാം വരെ എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 80 ഗ്രാമോളം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഈ സേമിയ എല്ലായിടത്തും ഒന്ന് ഈ ബട്ടറിലൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മാത്രം മതി മൈദപ്പൊടി. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് 250 ml കപ്പിൽ 1 കപ്പ് നിറയെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5, 10, 15 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിൽ മാത്രമേ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈവിടാതെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയയുടെ മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി ലെവലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിയാക്കി എടുക്കാം. എൻ്റെ കുറച്ച് ലൂസായി പോയി, എങ്കിലും കുഴപ്പമില്ല, സംഭവം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫില്ലാക്കി എടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ദോശത്താവ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശത്തവയിൽ കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. എന്നിട്ട് മുകൾ വശം കൂടി നല്ല പോലെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കുനാഫ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഷുഗർ സിറപ്പ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട്ടോടുകൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തന്നെ എല്ലായിടേക്കും എത്തുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത് ഒന്ന് ഡെക്കറേറ്റ് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഡിലായിട്ടാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം, എല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുന്നവർക്ക് ഇതുണ്ടാക്കി നോക്കാം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.